നീ എന്താ ഇന്ന് വളരെ സങ്കടത്തിലിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നിന്നോടൊരു കാര്യം പറയട്ടെ? പറഞ്ഞു. എനിക്കിപ്പോ നിന്നെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര പാടാ. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര പാടാ സൗരഭ്. പക്ഷെ നിനക്കറിയോ, ഇന്നുണ്ടല്ലോ വിക്രാന്ത് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. നീ എന്തിനാ അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് വരാത്തെ? അതത്ര എളുപ്പമല്ല സൗരഭ്. ആഹാ, നിന്നെ സ്നേഹിക്കുന്നത് എളുപ്പമല്ലേ? അപ്പൊ ഞാൻ തന്നെ സ്നേഹിച്ചോളാം. അത് ശരിയാ. Good morning, hubby. Good morning, baby. Good morning, everybody. ഇന്നെ കാണാൻ എങ്ങനെയുണ്ട്? You know what? ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ന്യൂ ഡ്രസ്സാണ്. മൈ ഫേവറേറ്റ് റെഡ്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? കൊള്ളാല്ലേ? നിങ്ങൾക്കറിയോ, ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തില. ഒരു കാര്യം കൂടിയുണ്ട്, സീക്രട്ടാ, പറയാട്ടോ. വന്നേ, നമുക്ക് നോക്കാം വിക്രാന്ത്, അതായത് എന്റെ ഭർത്താവ്, എന്ത് സ്പെഷ്യലാ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നെന്ന്. വാ, നമുക്ക് നോക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, എന്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നെന്ന്? ഓഹോ, പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഇഞ്ചി ചായ ഉണ്ടാക്കുകയാണ്. ഓക്കെ ഗായ്സ്, നമുക്ക് വീണ്ടും കാണാം വെറും ചെറിയൊരു ബ്രേക്കിന് ശേഷം. ഓക്കെ, ബൈ. വിക്രാന്ത്, വിക്രാന്ത്, നിങ്ങൾ എന്താ പുറത്തേക്ക് വന്നേ? ഞാൻ നിങ്ങളെല്ലാവർക്കും കാണിച്ചു കൊടുക്കായിരുന്നില്ലേ? ഒരു കാര്യം അറിയോ, എല്ലാരും എന്തുമാത്രമാ റിക്വസ്റ്റ് ചെയ്തെന്ന്. ഞാൻ ആരെയാ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. മേഘ, എനിക്ക് ഈ കാര്യങ്ങളുമായിട്ട് യാതൊരു താല്പര്യമില്ല. സോ പ്ലീസ് എന്നെ ഈ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്ത്. അതെന്തുകൊണ്ടാന്ന് പറയേ? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം ഫോളോവേഴ്സ് ഉണ്ടെന്ന്. ദിവസവും ലക്ഷക്കണക്കിന് വ്യൂസ് ആണ്. ഓക്കെ, നിനക്ക് ഇഷ്ടമാണ് നീ ചെയ്തോന്ന്. ഞാൻ നിന്നോട് വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. എനിക്ക് വേണ്ട, എന്നെ ഇതിൽ നിന്നൊന്ന് പ്ലീസ് മാറ്റി നിർത്ത്. ശരി. ഓ എന്റെ ചക്കര, എന്താ വേണ്ടേ? നിനക്ക് ദേഷ്യമായോ? അല്ലാതെ പിന്നെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ദേ ഇത് കണ്ടില്ലേ, നീ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നീ കഴിക്കില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് ക്യാൻസൽ ചെയ്യാം. ഞാൻ കഴിക്കില്ലെന്നോ? അതിങ്ങി തന്നെ ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ കഴിക്കും. ഓ ഗോഡ്, ഇതെന്താ സംഭവിച്ചെന്നറിയില്ലല്ലോ. എന്റെ വീഡിയോക്ക് ഇത്രയും കുറഞ്ഞ വ്യൂവേഴ്സോ? ഇത്ര അടിപൊളി വീഡിയോസ് ആയിട്ടത്. ഷിറ്റ്, എന്നിട്ട് പോലും നല്ല വ്യൂസും ലൈക്സും കിട്ടുന്നില്ല എനിക്ക്. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഇതാരുടെ റീലാ? ഇത്രയധികം വ്യൂസോ? ഞാൻ ഏതായാലും നമ്പർ ചോദിക്കട്ടെ. പക്ഷെ തരുമെന്ന് ഒരു ഉറപ്പും കിട്ടുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്പർ ചോദിച്ചിട്ടേ ഉള്ളൂ. വൗ ഗൈസ്, സോ ക്വിക്ക്. നമ്പർ ഷെയർ ചെയ്തിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, കോൾ ചെയ്ത് നോക്കാം. ഹലോ. ഹായ് സൗരവ്. ഹായ്, വാട്സ്ആപ്പ്. ആക്ച്വലി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിന്റെ വീഡിയോയ്ക്ക് എത്ര വ്യൂസും ലൈക്സും കിട്ടുന്നുണ്ട്. നീ എന്നെ ഒന്ന് സഹായിക്കോ? ഞാൻ എത്ര നല്ല വീഡിയോസ് ഇടുന്നേ, പക്ഷെ എനിക്കറിയില്ല പെട്ടെന്ന് എന്താ പറ്റിയെന്ന്. വ്യൂസേ കിട്ടുന്നില്ല. എടോ, തന്റെ റീൽസ് ഒക്കെ അടിപൊളിയാ, ഞാൻ ശരിക്കും പറയാ. താങ്ക് യു സോ മച്ച് സൗരവ്. അതെനിക്കും അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, വ്യൂസേ കിട്ടുന്നില്ലല്ലോ. അതിനെന്തിനാ താൻ വിഷമിക്കുന്നേ? ഞാൻ തനിക്കൊരു ഐഡിയ പറയാം, താൻ അതങ്ങ് ഫോളോ ചെയ്താൽ മതി. വാവ്, എന്ത് ഐഡിയ? താൻ ഈ റീൽസ് ഉണ്ടാക്കുമ്പോഴേ താൻ ഈ ഹാഷ്ടാഗ്സ് ഇട്ടാ മതി. ഹാഷ്ടാഗ് ട്രെൻഡിങ്, ഹാഷ്ടാഗ് വൈറൽ. ഓക്കെ. അതുപോലെ വൈറലായ ഹാഷ്ടാഗ്സ് എന്തൊക്കെയാണോ അതൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ നിനക്ക് നല്ല ഫോളോവേഴ്സ് കിട്ടും, വ്യൂവേഴ്സ് കിട്ടും, പിന്നെ നല്ല ലൈക്സും കിട്ടും. ഓ വാവ് സൗരവ്, താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ ശരി, ഇന്ന് മുതൽ അങ്ങനെ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഹെൽപ്പ് ചെയ്തതിന്. മെൻഷൻ നോട്ട് യാർ, എനി ടൈം. ശരി എന്നാ, ബൈ, ടേക്ക് കെയർ. വാവ്, കൊള്ളാലോ. എന്റെ വ്യൂസ് കൂടി കിട്ടി, ലൈക്സും കൂടി, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടി. സൗരഭ് is such a nice guy. അവൻ എത്ര വലിയ ഹെൽപ്പാ എനിക്ക് ചെയ്തേ. കൊള്ളാലോ, പറഞ്ഞ് നാവിടത്തില്ല, കോള് വന്നു. ഹായ്. ഓ ഹായ് സൗരഭ്, യു നോ വാട്ട്,
എന്റെ വീഡിയോസിന് ലൈക്സ് കൂടി വ്യൂവേഴ്സും കൂടി. അപ്പൊ എനിക്ക് പാർട്ടി തരില്ലേ? എവിടെയാ പറയേ, ഞാൻ റെഡിയാ. കഫേയിലേക്ക് പോയാലോ? ഓക്കെ ഡൺ. സീ യു. See you at the cafe. Take care. പിന്നെ സോറോ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിലേ എനിക്ക് ഇത്രയധികം വ്യൂവേഴ്സ് ഒരിക്കലും കിട്ടില്ലായിരുന്നു. മാത്രല്ല നിന്റെ വീഡിയോ അടിപൊളിയായിരുന്നു, അത് പറഞ്ഞേ പറ്റൂ. അത് അതുകൊണ്ട് ശരിയാ. ലൈക്സും വ്യൂസും കിട്ടിയേ. ഞാൻ വേറെ ഒരു ട്രിക്ക് മാത്രമല്ലേ പറഞ്ഞു തന്നോളൂ, റൈറ്റ്? റൈറ്റ്. നീയും നല്ല അടിപൊളി വീഡിയോസ് ആണ് ഇടുന്നത്. ഞാൻ കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിനക്ക് എന്തുമാത്രം ഫോളോവേഴ്സാ, വ്യൂസും ലൈക്കും നിന്റെ വീഡിയോസിനാ കൂടുതൽ കിട്ടുന്നത്. എടോ മേഘ, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ? നമ്മൾ എന്തുകൊണ്ട് ഒരുമിച്ചൊരു വീഡിയോ ഇട്ടോടാ? ഇതിൽ നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ട്. ഇതിൽ എന്താവെന്നറിയോ? എന്താ? നമ്മുടെ ലൈക്സും കൂടും, വ്യൂസും കൂടും, നമ്മുടെ ഫോളോവേഴ്സും കൂടും, അല്ലേ? വാവ്, പൊളി. നിന്റെ ഐഡിയാസ് എന്തായാലും സൂപ്പർബാണ്. ശരി, സമയം കളയണ്ട, ഇന്ന് തന്നെ തുടങ്ങിയേക്കാം. വൈ നോട്ട്? ഇന്ന് തൊട്ടോ, ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കേ. Come on. എന്നാ ശരി, വാ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ ഫോണാണോ അതോ തന്നെയല്ലോ? ആസ് യു വിഷ്. ഓക്കെ. വാവ്, കൊള്ളാം. എന്നെ കാണാൻ എത്ര ക്യൂട്ടല്ലേ? എന്നാ നമുക്ക് ഇങ്ങനെ ചെയ്താലോ? ആദ്യം നിന്റെ തീർക്കാം, പിന്നെ എന്റേത്. ശരി. ഇപ്പൊ എന്റെ തീർക്കാം. ആ. വാവ്, യു ലുക്കിംഗ് ടു ഗുഡ്. എന്നാ വാ, ഒരുമിച്ച് നമുക്കിത് പോസ്റ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് എക്സൈറ്റഡാ നിന്റെ കൂടെ ഇത് പോസ്റ്റ് ചെയ്യാൻ. ഹോൾഡ് ഇറ്റ് ഹിയർ. എന്നാ നമുക്ക് ആദ്യം ഒരു സെൽഫി എടുക്കാം. യാ. വാവ്. #trending, #reels, Yeah, #Insta this is the trick. അടിപൊളി. വാവ്, യാ, എന്തുമാത്രം വ്യൂസും ലൈക്സും ആ നമ്മുടെ സോഷ്യൽ മീഡിയയില്. ഇപ്പോഴല്ലേ ഇട്ടോളൂ, ഇനിയും കാണാൻ എന്തൊക്കെ അത് കിടക്കുന്നു. ശരിയാ. വി ആർ ജസ്റ്റ് റോക്കിംഗ് സൗരവ്. എന്നാ വാവ്, വിളിച്ചോ. ഡൺ. ബേബി ഒന്ന് വാടി. എത്ര ദിവസമായിടി നമ്മളൊന്നും ചെയ്തിട്ട്? നിങ്ങളൊന്ന് നിക്ക് വിക്രാന്ത്, ഞാൻ റീൽ എടുത്തോണ്ടിരിക്കുകയല്ലേ. എടി അതൊന്നും വിട്. മൊബൈൽ കൊണ്ടല്ലേ നീ മുഴുവൻ ദിവസം ഇരിക്കുന്നേ? അതിനിപ്പോ എന്താ വിക്രാന്ത്? കുറച്ച് സമയം എനിക്കെന്താടി? എന്റെ ജോലി ഇതല്ലേ. എനിക്ക് റീൽസ് എടുക്കുന്ന എത്ര ഇഷ്ടമെന്നറിയാലോ. നിങ്ങളൊന്ന് പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ചെല്ല്. ശരിയാ, നിനക്കാണെങ്കിൽ ഞാൻ ഒഴിച്ച എല്ലാം ഇമ്പോർട്ടന്റ് ആണല്ലോ. ഗുഡ് നൈറ്റ് ഗൈസ്. ഞാനിത് പോസ്റ്റ് ചെയ്യട്ടെ. Wow, we are looking so good together. Yeah. ഉടനെ തന്നെ ഇത് പോസ്റ്റ് ചെയ്തേക്കാം. പോസ്റ്റ് ചെയ്തേക്കാം. Oh likes. God, എത്ര Likes പെട്ടെന്നാ. കണ്ടോ? Views and likes. My God. ട്രെൻഡിങ് നമ്മൾ വൈറലായി തുടങ്ങി സൗരവ്. ഇനി നീ വെയിറ്റ് ചെയ്ത് നോക്ക് എന്തുമാത്രം ലൈക്സ് Wow, വരുമെന്ന്. yeah, ഞാനിതാ പ്രതീക്ഷിച്ചത്. സൂപ്പറാണോ? Wow, പൊളി. My God. It's crazy. റോക്കറ്റ് പോലെ പോകുന്നു. Oh God, Saurabh. You know what? I'm so happy today. Thank you so much. നമ്മുടെ ജോഡി ഇപ്പോ ഹിറ്റ് ആയി കഴിഞ്ഞു. വാ, ഇപ്പൊ ഒരുമിച്ചൊരു വീഡിയോ ആ ശരി ശരി. ഒരു സെക്കൻഡ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ഇതൊന്ന്. ആ താങ്ക് യു.
ഹായ് സൗരഭ്. ഹായ്. യു നോ വാട്ട്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. Oh, വാ വാ. really? യാ, Nice അകത്തേക്ക് വാ. house. താങ്ക് യു സോ മച്ച്. പ്ലീസ് ഹാവ് എ സീറ്റ്. ഞാൻ ഇപ്പൊ വരാം. യാ ഷോ. നീ ദാ അങ്ങോട്ടിരിക്കേ. യാ യാ. ഞാൻ ചെന്ന് നിനക്ക് വേണ്ടി കോഫി എടുത്തോണ്ട് വരാം. One black coffee. ഷ്യൂർ. Thanks, Megha. വെൽക്കം. So fast. യെസ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. Yeah, sure. ഓക്കെ സൗരഭ്, ഞാനൊരു കാര്യം പറയട്ടെ. എന്ന് മുതലാണ് നീ എന്നെ ഹെൽപ്പ് ചെയ്തത് അന്ന് മുതൽ കണ്ടോ എന്റെ വ്യൂസ് എന്തുമാത്രം കൂടിയെന്ന്. Wow, that's good. യാ, സോ എക്സൈറ്റഡ് യാ. എന്റെ റീൽസിൽ കുറഞ്ഞല്ലേ? അതെയോ? Just joking. യെസ്. അത് നല്ല കാര്യമല്ലേ? കോഫി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കോഫി അടിപൊളിയാ. അപ്പോ ഒരുമിച്ച് നമുക്കൊരു റീൽ എടുത്താലോ? അതിനെന്താ ഇപ്പോഴോ? Yes. കോഫി കുടിക്കുന്നതോ? അല്ലാതെ പിന്നെ എന്നാ വാ, ഇതൊരു പുതിയ നമുക്ക് ട്രെൻഡാവും. എടുക്കാം. യാ, എന്ത് പാട്ടിടാം? എന്തിലായിക്കോട്ടെ, ട്രെൻഡിങ്. ഈ പാട്ടാ ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള. ഇത് നമുക്ക് Sure. ചൂസ് ചെയ്യാം. ഓക്കെ, ഡൺ. എന്നിട്ട് ഫേസ് മാത്രം മൂവ് ചെയ്യണം. ഓക്കെ. യാ. ഹാഷ്ടാഗ്. ഞാൻ നിന്നോട് എത്ര തവണ ഹാഷ്ടാഗ് ഇടാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. Yeah. പക്ഷെ നീ അത് ഇടാതെയാ പോസ്റ്റ് ചെയ്യാറ്. ഹാഷ്ടാഗ് ട്രെൻഡിങ്, ഹാഷ്ടാഗ് നൗ പോസ്റ്റഡ്. എടോ, ഓ, ഇതാ കണ്ടോ? ലൈക്സ് വരാൻ തുടങ്ങി. യേ, അടിപൊളി. അതും ഇത്രയും fast അതെ, ആയിട്ട്. അതെ. ഓ, താങ്ക് യു. സോ നിന്റെ ഫ്യൂച്ചർ പ്ലാനിങ് എന്താ? വേറെന്താ, നിന്റെ കൂടെ റീൽസ് എടുക്കണം, പിന്നെ വൈറലാവണം. എടോ, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി സൗരഭ്? എന്താ കാര്യം? മേഘ, നീ എന്നോട് ദേഷ്യപ്പെടരുത് പ്ലീസ്. എന്താ സൗരഭ്, പറഞ്ഞോ. എനിക്ക് നിന്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മേഘ. ഐ റിയലി ലൈക്ക് യു. പ്ലീസ്. സൗരഭ്, എനിക്കും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഇരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എപ്പോഴൊക്കെ നിന്റെ കൂടെ ഇരിക്കുന്നു സമയം പോകുന്നതേ ഞാൻ അറിയുന്നില്ല. Then that's great. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടില് നമുക്ക് ഒരുമിച്ച് താമസിച്ചൂടെ? ഭാര്യയും ഭർത്താവുമായി. ഇത് എന്ത് മണ്ടത്തരമായി പറയുന്നു സൗരഭ്. നിനക്കറിയാവുന്നതല്ലേ ഞാൻ കല്യാണം കഴിച്ച ആളാന്ന്. എന്നിട്ടിപ്പോ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്താ അർത്ഥമുള്ളത്? പക്ഷെ എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ് മേഘ. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മേഘ. പ്ലീസ്, ഐ ലവ് യു. സൗരഭ്, എന്റെ അവസ്ഥയും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ലെറ്റ്സ് സീ പിന്നീട് എന്താ സംഭവിക്കുന്നെന്ന്. പിന്നീടുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ എനിക്ക് നിന്നെ സ്നേഹിക്കാലോ അല്ലേ? നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാലോ. മേഘ, മേഘ, എന്തു പറ്റി വിക്രം? എന്തിനാ ഇങ്ങനെ ഒച്ചയെടുക്കുന്നേ? എന്താ ഇത്? എന്റെ വീഡിയോ എന്തേ? അതെനിക്കും മനസ്സിലാവുന്നുണ്ട് ഇത് വീഡിയോ ആണെന്ന്. പക്ഷേ ഈ ചെറുക്കൻ ആരാ? സുഹൃത്താണ്, എന്റെ ബിസിനസ് പാർട്ട്ണറാ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ റീൽസ് എടുക്കുന്നത്. പിന്നെ അവൻ എന്തുമാത്രം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ അത് ഞങ്ങൾ ഹാഫ് ഓഫ് ഷെയർ ചെയ്യും. അതിലെന്താ തെറ്റ്? പക്ഷേ ഇതുപോലത്തെ വീഡിയോ ആരാ ഉണ്ടാക്കുക? ഇതുപോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞേക്കാം മേഘ, ഞാൻ നിനക്ക് ഇതിന്റെ പെർമിഷൻ തരാൻ കാരണം എന്താന്ന് വെച്ചാൽ നീ ഇതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതായത് നീ ഇതുപോലത്തെ റീൽസ് മറ്റുള്ളവരായിട്ട് ചെയ്യുന്നത്. ലിസൺ, ഇത് നീ എന്റെ വാർണിംഗ് ആയിട്ട് എടുത്തോ. ഐ എം വെരി സീരിയസ്.
നീ എന്താ ഇന്ന് വളരെ സങ്കടത്തിലിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നിന്നോടൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. എനിക്കിപ്പോ നിന്നെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര പാടാ. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര പാടാ സൗരഭ്. പക്ഷെ നിനക്കറിയോ, ഇന്നുണ്ടല്ലോ വിക്രാന്ത് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. നീ എന്തിനാ അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് വരാത്തെ? അതത്ര എളുപ്പമല്ല സൗരഭ്. ആഹാ, നിന്നെ സ്നേഹിക്കുന്നത് എളുപ്പമല്ലേ? അപ്പൊ ഞാൻ തന്നെ സ്നേഹിച്ചോളാം. അത് ശരിയാ. എന്ത് റീലാ ഇത്? എന്തൊരു ഡാൻസാ, എന്തൊരു പെണ്ണാ, അടിപൊളിയാണല്ലേ സാറേ. ഇന്നലത്തെ റീല് നിങ്ങൾ കണ്ടോ? ഇത് കണ്ടില്ലേ? എന്തൊരു പെണ്ണാ, അടിപൊളി ലുക്കല്ലേ. ഇവളുടെ കൂടെ അടിപൊളി ഡാൻസ് ആയിരുന്നു. ആ ചക്കൻ്റെ ഒരു ഭാഗ്യേ. എന്താന്ന് വെച്ചാലേ, ഞാനൊരു കാര്യം പറയാം. തൻ്റെ ജോലിയിൽ താൻ ശ്രദ്ധിക്ക്. ഈ മൊബൈലൊക്കെ വിട്ടിട്ട് തൻ്റെ ജോലി ചെയ്യാൻ നോക്ക്. യു നോ വാട്ട് മേഘ, ഞാൻ ഇങ്ങനെ നിന്റെ കൂടെ ഇരിക്കുമ്പോഴേ സമയം പോകുന്നതേ എനിക്ക് അറിയുന്നില്ല. അതെയോ? പിന്നെ എനിക്ക് തോന്നും എനിക്കെല്ലാം കിട്ടിയെന്ന്, ഒന്നിന്റെ ആവശ്യമില്ലെന്ന്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. നിന്റെ കൂടെയുള്ളപ്പോ എത്ര പെട്ടെന്ന് സമയം പോന്നേ. എങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ കാണോ? ഉറപ്പ്. ശരിക്കും? ശരിക്കും. ഈ സമയത്ത് ആരാ? ചിലപ്പോ വിക്രാന്ത് ആയിരിക്കും. വിക്രാന്തോ? ഒരു കാര്യം ചെയ്യ്, നീ വേഗം ഇവിടെ എവിടെയെങ്കിലും പോയി ഒളിച്ചോ. പക്ഷെ വിക്രാന്ത് എവിടെ? പുറത്തു പോയതല്ലേ? പക്ഷെ അറിയില്ല എന്താ പറ്റിയ, എങ്ങനെയാ വന്നേന്ന്. വേഗാവട്ടെ, നീ വാഷ്റൂമിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. ചെല്ലു ഒച്ച വയ്ക്കരുത്, വേഗാവട്ടെ. എന്ത് പറ്റി വിക്രാന്ത്? നീ എന്താ ഇത്ര നേരത്തെ വന്നേ? നീ കുടിച്ചിട്ടുണ്ടല്ലേ? ആ, കുടിച്ചു. അതിന് ഇതെന്ത് ബിഹേവിയറാ വിക്രാന്ത് നിന്റെ? അത് ഞാനാ ചോദിക്കണ്ടേ. അതായത് നിന്റെ ഇത് എന്ത് ബിഹേവിയർ ആണെന്ന്. അതായത് നീ ഈ വീഡിയോ ഉണ്ടാക്കണില്ലേ ആ ചെക്കനുമായിട്ട്? നിനക്കറിയോ ആൾക്കാർ എന്തൊക്കെയാ സംസാരിക്കണേന്ന്? ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ട് നീ കാരണം മാത്രം. എന്തൊക്കെ ഞാൻ സഹിച്ചു കൂട്ടുന്നുണ്ടെന്ന്. അത് ശരി, നാട്ടുകാരെ കുറിച്ച് എനിക്ക് ചിന്തയില്ല. നാട്ടുകാർ അവർക്ക് ഇഷ്ടമുള്ള എന്തും പറഞ്ഞോട്ടെ. പക്ഷെ എനിക്കെന്താ തോന്നുന്നറിയോ, നിന്റെ ചിന്തകളും ദിവസം ചെല്ലുന്തോറും ആ വൃത്തികെട്ട ആൾക്കാരെ പോലെ മാറിക്കൊണ്ടിരിക്കുക. വാ, അതെ, ഇത് അടിപൊളിയായിരുന്നു. ഞാൻ നിന്നോട് പല പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞു. ആ ചെക്കനായിട്ട് വീഡിയോ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. അതുപോലെ നിങ്ങളുടെ ഓഫീസിലും ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോടൊക്കെ നീയും ഒലിപ്പിച്ചോണ്ട് സംസാരിക്കാറുണ്ടല്ലോ. ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നതും. അപ്പൊ ഞാൻ പറയട്ടെ, നാളെ മുതൽ നീ ഓഫീസിൽ പോണ്ടെന്ന്. ഞാൻ നിന്നോട് ഒന്നുകൂടെ പറയുക, എന്റെ കൂടെ നീ തർക്കിക്കാൻ നിൽക്കരുത്. ഞാനെല്ലാം കണ്ടു കഴിഞ്ഞു. നീ എങ്ങനത്തെയൊക്കെ വീഡിയോസ് ആണ് ഉണ്ടാക്കുന്നത് ആ ചെറുക്കൻ്റെ കൂടെ. ഞാൻ നിന്നോട് പറയുക ഒന്നുകൂടെ, ഇത് ഒരുപക്ഷെ നിർത്തിയില്ലേ പിന്നെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ ഞാൻ വെറുതെ വിടില്ല. സൗരഭ്, എന്തുപറ്റി മേഘ? ആ വിക്രാന്ത് കുടിച്ചിട്ട് വന്ന് ബോധമില്ലാതെ കിടന്നുറങ്ങുക. നോക്കു മേഘ, ഞാൻ പറയുന്ന കേക്ക്. ഈ വിക്രാന്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അയാൾ എന്തെങ്കിലും ചെയ്തു കളയും. നീ പറയുന്നത് ശരിയാ.
നിനക്കൊരു ജോലിക്ക് വെക്കൂടെ? നിനക്ക് ആ വിക്രമിനെ വിട്ടിട്ട് വന്നൂടെ? നീ അവനെ ഡിവോഴ്സ് ചെയ്യേ, ഞാനില്ലേ കൂടെ. നമുക്ക് കല്യാണം കഴിച്ച് ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാം എന്നേക്കുമായി. സൗരഭ്, നിനക്കറിയോ, എനിക്ക് ഒരു സെക്കൻഡ് പോലും അയാളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല. ശരിയാ, എനിക്കിപ്പോ ശരിയായ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാൻ അയാളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. അതുവരെ നമ്മള് കല്യാണം കഴിച്ചില്ലെങ്കിലും ഫസ്റ്റ് നൈറ്റ് എങ്കിലും അടിച്ചു പൊളിക്കണ്ടേ? അല്ലാതെ പിന്നെ അല്ലേ? ആ മേഘ, ഇതവനല്ലേ? ഇതേ ചെക്കനല്ലേ? ആര് ഫോൺ ബെല്ലടിക്കുന്നേ? ഫോൺ അടിക്കുന്നു. നിന്റെ ഫോണാണോ? അല്ല, എന്റെ ഫോണല്ല. പിന്നെ ചെക്ക് ചെയ്യ് ഫോൺ എവിടെയാന്ന്. ചിലപ്പോ അത് വിക്രാന്തിന്റെ ഫോണായിരിക്കും. നിനക്ക് വിക്രാന്തിന്റെയോ? ഞാൻ പോയി പുറത്ത് നോക്കിയിട്ട് വരാം. ഇവന്റെ ഫോൺ തന്നെ ആയിരിക്കും. ഇതെന്താ ആകാശിന്റെ ഫോൺ? ഹലോ ആകാശ്, ഞാൻ മേഘ സംസാരിക്കുന്നത്. ഹലോ ഏട്ടത്തി, ഈ ചേട്ടൻ എവിടെയുള്ളേ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. അതായത് ഏട്ടന് സുഖമില്ല, അതുകൊണ്ട് കിടന്ന് ഉറങ്ങുക. ഏട്ടനൊന്ന് എഴുന്നേക്കട്ടെ, ഞാൻ നീ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. എന്ത് സുഖമില്ലെന്നോ? ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയേ? ഒന്നുമില്ല, അതായത് ചെറിയൊരു തലവേദനയും പനിയും. ഞാൻ പനിക്കുള്ള മരുന്ന് കൊടുത്തതാ. ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനൊന്ന് എഴുന്നേക്കട്ടെ. നീ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞേക്കാം ആകാശ്. ഓക്കെ, എന്നാ ശരി ഏട്ടത്തി. ചേട്ടൻ എണീക്കുമ്പോ പറഞ്ഞാ മതി ഞാൻ വിളിച്ചിരുന്നു. ആ ശരി. ആരുടെ ഫോണാ അത്? ആകാശിന്റെ ഫോണായിരുന്നു. ആരാ ആകാശ്? അതറിയില്ലേ, വിക്രാന്തിന്റെ അനിയൻ, എന്റെ ബ്രദറിൻലോ. എന്താ പറഞ്ഞേ? അവൻ അറിയില്ല, ചിലപ്പോ അവൻ ഇങ്ങോട്ട് വന്നേക്കാം. സമയം കളയണ്ട, വേഗാവട്ടെ. ഇവനെ വേഗം ചാക്കിലും മൂടിക്കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കാം. ഒന്ന് വേഗാവട്ടെ. ഇതാരാ ഈ സമയത്ത്? വേഗം നിന്ന് നോക്ക് ആരാന്ന്. വേഗം ചെല്ലേ. നിനക്ക് ഞാൻ പോയി നോക്കാം. ആഹാ, ആകാശ്, നീയോ? നീ എന്താ ഇവിടെ? നിങ്ങളുടെ ഭർത്താവ് എവിടെ? അത് അദ്ദേഹം. സാറേ, നമുക്ക് അകത്ത് പോയി നോക്കാം. ആ ശരി, വാ. സർ, 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 സർ. എന്താ ഇത്? സർ, ഇത് ഞാൻ ചെയ്തതല്ല സർ. നിങ്ങളൊന്ന് സത്യം പറയുന്നുണ്ടോ? സർ, അത് കാര്യം എന്താന്ന് വെച്ചാ, ഇന്നലെ രാത്രി വിക്രാന്ത് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോ വിക്രാന്ത് ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങൾ അവനെ പിടിച്ച് തള്ളിയിട്ട് തലേണ കൊണ്ട് മുഖം മൂടി. എന്നിട്ട് അതിന് ശേഷം സർ. എന്നിട്ട് അങ്ങനെയാ ഇയാൾ മരിച്ചത് സർ. എന്തിനാ ചേട്ടത് ഇങ്ങനെ ചെയ്ത്? ചേട്ടൻ ചേച്ചിയോട് എന്ത് തെറ്റാ ചെയ്തേ? ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്നത് നിന്റെ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നിന്റെ ചേട്ടൻ എന്നെ ഓരോ ദിവസം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതുമല്ല, ഞാനും സൗരഭും ഒരുമിച്ച് വീഡിയോ ചെയ്തപ്പോ നിന്റെ ചേട്ടൻ എത്ര ദേഷ്യപ്പെട്ടെന്നറിയോ? ഞാനും സൗരഭും തമ്മിൽ സ്നേഹത്തില. എത്രയും പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനിരിക്കായിരുന്നു. പക്ഷേ ഈ വിക്രാന്ത് ഞങ്ങളുടെ വഴിയിൽ ഒരു തടസ്സമായി മാറി. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അയാളെ ഞങ്ങളുടെ വഴി നകറ്റിയത്. മാഡം, നിങ്ങൾ അപ്പൊ അയാൾ ഇങ്ങനെ കൊന്നല്ലേ? പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ജയിലിന്റെ വാതിൽ തുറന്നിരിക്കുക. മനസ്സിലായോ? കോൺസ്റ്റബിൾ, രണ്ടുപേരെ പിടിച്ചോടുക്കോ. സർ, സർ, ഞാൻ പറയുന്നത് കേൾക്കൂ സർ. സർ, ചേട്ടാ